ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകും. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു. ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആശയം പറഞ്ഞിട്ടുണ്ട്. ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് ഈ വണ്ടിയുടെ യാത്ര അപ്പോൾ ക്യാമറ കാണില്ല, അപ്പോൾ അവർ റെക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുക. അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്നപ്പുറം റണ്ണിങ്ങിലുള്ള ഒഫൻസുകളാണ്. ഒരു രാജ്യത്തും ഈ വണ്ടി കൈകാണിച്ച് നിർത്തി RC ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല. നമ്മളെ നാട്ടിൽ മാത്രമേ അതുള്ളൂ. അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെ ആണല്ലോ, അത് അതിൻ്റെ കൂടെ ചേസ് ചെയ്യാനും പറ്റില്ല, മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ ഈ പോത്തൻകോട് പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ആരോ ഓരോരുത്തരും അവരവരെ മിടുക്കരാവുകയാണ്. ഇപ്പം ഓട്ടോറിക്ഷക്കാർ അവരെ മിടുക്ക് കാണിക്കുകയാണ്. പോത്തൻകോട് ജംഗ്ഷനിൽ രാവിലെ അങ്ങ് ശാന്തിഗിരി ആശ്രമം വരെയും ബ്ലോക്കാണ്, അങ്ങ് കിടക്കുകയാണ്, എത്ര കിലോമീറ്റർ ദൂരം. അതിന് കാരണം ഓട്ടോ സ്റ്റാൻഡ് മാറ്റണം. കാരണം അത് നമ്മൾ മാറ്റണം എന്ന് പറയുമ്പോൾ അല്ല, ഇനി അത് ഞങ്ങൾ ഞാൻ അവിടുത്തെ MLA മന്ത്രിയാണല്ലോ, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് സംസാരിക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കർശനമായ നിയമ നടപടിയിലേക്ക് പോകും. കാരണം ഈ ആളുകൾ കുരുങ്ങി കിടക്കുന്നത് ആ പ്രദേശത്തിന് ദോഷമാണ്. അത്രയും പൊല്യൂഷൻ ഉണ്ടാകും, അത്രയും ഫ്യൂവൽ കത്തിപ്പോവും. ഇപ്പൊ എറണാകുളം മുതൽ തൃശ്ശൂർ വരെ നമുക്ക് ഇത്രയും കുരുക്കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോത്തം കൂടെ കുരുക്കഴിക്കാം. ഇതിൽ KSRTC ബന്ധപ്പെട്ട 2 വിശേഷങ്ങളുണ്ട്. ഒന്ന്, ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികളെ ഈ ടൂർ കൊണ്ടുപോകില്ല, അതിനുവേണ്ടി KSRTC ബസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിലേക്ക് നമ്മളൊരു പദ്ധതി എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെ വരുള്ളൂ കുഞ്ഞുങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. ഒരു ഡേയിൽ രാവിലെ പുറപ്പെട്ട് ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ നമ്മുടെ VSSC ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം. അന്നത്തെ ഫുഡ് എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ ചാർജും എല്ലാം കൂടി ഒരു 500 രൂപ താഴെ വരുള്ളൂ. KSRTC പുതുതായി കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. ഒരു ടൂറിസം, അതായത് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഇതിനെക്കുറിച്ച്, ആ വ്യവസായത്തെക്കുറിച്ചും അവിടെ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കും, ഏതെങ്കിലും അധ്യാപകരെ ട്രെയിൻ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ബസ്സിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഇപ്പോൾ VSSC ആണെങ്കിൽ VSSC കാണാനുള്ള സംവിധാനം അവിടെ കാണുന്നതിന് വളരെ ഞങ്ങൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പല ഇൻഡസ്ട്രികളുമായിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരായിട്ടെല്ലാം സംസാരിച്ചു. KSRTCയുടെ CMD സംസാരിച്ചു. അങ്ങനെ അവരെല്ലാം അപ്രൂവൽ തന്നിട്ടുണ്ട്. ആ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ, കുട്ടികളെ ഒരു വ്യവസായം കാണുവാൻ, സ്കൂൾ കുട്ടികൾ കാണല്ലേ ആദ്യം, സ്കൂൾ കുട്ടികൾ, അതിന് കോളേജിലേക്കും വന്നുണ്ട്. പിന്നുള്ളത് ഈ 112 കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസം പദ്ധതി ആസൂത്രണം ചെയ്തു. 112 കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻ തുടങ്ങിയാണ്. ശബരിമല പമ്പയിലേക്ക് വരും. അത് ഓരോ സ്ഥലത്തും അവരതിൽ കയറ്റിക്കൊണ്ടുവരും, തിരിച്ച് അവരെ കൊണ്ടുപോകും. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വണ്ടി. കേരളത്തിലെ 112 കേന്ദ്രങ്ങളിൽ നിന്നും ഈ വണ്ടി ഓടും ശബരിമലയ്ക്ക്. ബുക്കിംഗ് കിട്ടുന്ന അനുസരിച്ച് എണ്ണം കൂടും. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് വരുന്നത്. ഓരോ അമ്പലങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് അങ്ങനെയാണ് വിടുന്നത്. 112 കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ വണ്ടി ഓടും. 112 ഏതാണ്ട് അമ്പലങ്ങളാണല്ല. ഒരു അമ്പലത്തിൽ നിന്ന് ശബരിമല പമ്പയിലേക്ക് എന്നുള്ള നിലയിലാണ് പോകുന്നത്. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ആപ്പാണ് വരാൻ പോകുന്നത്. പല ഭാഷകളിൽ ഇത് കൈകാര്യം ചെയ്യാം. ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടും ഈ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിയമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ട ആൾ പഠിക്കേണ്ട ഏതാണ്ട് ഒരു 10-30 ലെവൽസ് ഉണ്ട്. ഈ എക്സാമിനേഷൻ്റെ ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലൊരു ആപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആപ്പ് ഒരു 10-20 ദിവസത്തിനുള്ളിൽ വരും. സൗജന്യമായിട്ട് ആപ്പ് എടുക്കാം. ആപ്പിളിൻ്റെ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും എടുക്കാം. പക്ഷെ അത് അതിൽ പരീക്ഷകളും അതുമായി ബന്ധപ്പെട്ട് കോളേജുകളിലും ഒക്കെ, അതായത് നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ട്രാഫിക്കിനെ ആക്കുന്ന ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയം പരിപൂർണമായി ഇതിലങ്ങ് ഒതുങ്ങും. ഇത് കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും ഈ ആപ്പിലൂടെ പരീക്ഷണങ്ങളും അതിൻ്റെ ഒരു പാസ്സാവുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്ന തരത്തിലായിരിക്കും. കോളേജുകളിലെല്ലാം ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട്. അത് തികച്ചും ഇവിടെ നിന്ന് എഴുതാം. ഇപ്പോൾ ഒരു ഹാളിൽ നിന്ന് എഴുതണമെന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ഇതിൻ്റെ പരീക്ഷ എഴുതാം. അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഒരു OTP കിട്ടും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അവിടെ ചെല്ലും, അവരെ പരീക്ഷയുടെ ഭാഗമായി മാറും. അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ ആപ്പിലുണ്ട്. ഈ മൊബൈൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആർക്കും ഇതിൽ കൊച്ചേരി 5ാം ക്ലാസ് ആയാലും 4ാം ക്ലാസ് മൊബൈൽ കൈകാര്യം ചെയ്യാൻ, മൊബൈലിൽ ഒരു വീഡിയോ ഗെയിം കളിക്കാൻ അറിയാവുന്ന ഏതൊരാളിനും ഈ പരീക്ഷയിൽ പങ്കെടുക്കാം.
ഈ പരീക്ഷ തരണം ചെയ്ത് വരുമ്പോൾ നമ്മൾ RTO ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പുള്ളൊരു തിയറി ക്ലാസ് ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ തിയറി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട, നേരെ പ്രാക്ടിക്കൽ ടെസ്റ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും ട്രാൻസ്പോർട്ടിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക മാസ്കറ്റ് ഉണ്ടാക്കണം. നമ്മളൊരു രൂപം, ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണം, ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിക്കണം. അതിൻ്റെ നടപടിയും സ്റ്റാർട്ടപ്പുകൾ വഴി ആരംഭിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അനിമേറ്റഡ് വീഡിയോസ് വരും, റോഡ് നിയമങ്ങളെപ്പറ്റി, എങ്ങനെയാണ് റോഡ് നിയമം കൈകാര്യം, മൃഗങ്ങളെയൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു മൃഗം നമ്മൾ പ്രഖ്യാപിക്കും, ഒരു മൃഗം നമ്മളുണ്ടാക്കുന്ന ഒരു മെയിൻ ഉണ്ട്, ഇതിൻ്റെ ഒരു അടയാളമായിട്ട്. അതിൻ്റെ ഒരു ആപ്പും വരുന്നുണ്ട്. ഈ ആപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടുമായിട്ട് എങ്ങോട്ട് വേണോ പോകാം, റോഡ് സേഫ്റ്റിയിലേക്ക് പോകാം, മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിലേക്കും അവിടെയുള്ള ഉത്തരവുകളിലേക്കൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റും. ആ സൈറ്റിലേക്ക് അങ്ങ് ലിങ്ക് ചെയ്യും. പിന്നെ അതുകൂടാതെ KSRTCയുടെ റിസർവേഷനിലേക്ക് വരെ പോകാൻ പറ്റും. KSRTCയുടെ റിസർവേഷനിൽ റൂട്ട് ഏത് വണ്ടിയുണ്ട്, എപ്പോഴും ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതിനകത്ത് ആ ആപ്പിൽ തന്നെ കയറിയാൽ മതി. ആ ആപ്പ് ഒരു ഇൻട്രാക്റ്റീവ് ആപ്പായിരിക്കും. നിങ്ങൾക്ക് പ്രശസ്ത നടന്മാരുടെയും നടിമാരുടെ ശബ്ദത്തിൽ വരെ ഈ കഥാപാത്രമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു AI സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഉദ്ദേശിക്കുന്നത്.